നമസ്കാരം. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വധശ്രമം നടന്നു എന്നാണ് എം.വി. ഗോവിന്ദൻ മാഷ് പറഞ്ഞത്. മന്ത്രി വീണ ജോർജിനെ KSU പ്രവർത്തകർ ആക്രമിച്ച് കൊല്ലാൻ ശ്രമിച്ചു. ഒറ്റ CCTV ദൃശ്യങ്ങളിലും KSU പ്രവർത്തകരോ അല്ലെങ്കിൽ അതുപോലുള്ള സംഘർഷത്തിൽ പങ്കെടുത്തവരോ മന്ത്രി ആക്രമിക്കുന്ന ഒരു ദൃശ്യങ്ങൾ പോലും കാണാൻ സാധിച്ചില്ല. മാത്രമല്ല, ദൃക്സാക്ഷിയായ ഒരു സ്ത്രീയുടെ ഓഡിയോയും പുറത്തു വന്നു. അവർ നടന്നാണ് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോയത്. അതിനുശേഷം അവരെ പ്രത്യേക വണ്ടിയിൽ കയറ്റി പിന്നീട് കൊണ്ടുപോവുകയായിരുന്നു. അതുവരെ അവർക്ക് പ്രത്യേകിച്ച് അസ്വസ്ഥതകളൊന്നുമില്ല. ഈ ഒരു തിരക്കിനിടയ്ക്ക് ചിലപ്പോൾ കഴുത്തൊന്ന് ഉളുക്കിയോ മറ്റോ കാണും. അവരെ ഉടനെ ICUവിൽ അഡ്മിറ്റ് ചെയ്യുന്നു. അതിനുശേഷം അവർ അത്യാവശ്യം സുഖം പ്രാപിക്കുന്നു. സുഖം പ്രാപിച്ച ശേഷം നഴ്സുമാർ ചേർന്ന് സെൽഫി എടുക്കുന്നു. ഈ നഴ്സുമാർക്കെതിരെ നടപടി ഉണ്ടാകും എന്ന് കേൾക്കുന്നു. ഇതൊക്കെ തന്നെ ഒരുതരം വൃത്തികെട്ട രാഷ്ട്രീയ പൊറാട്ട് നാടകങ്ങളുടെ ഭാഗമായിട്ട് നടത്തുന്ന കലാപരിപാടികളാണ് എന്ന് പറയാതെ വയ്യ. നമ്മൾ ഈ വിഷയം ഇതിനു മുൻപും ചർച്ച ചെയ്തു. പക്ഷേ ഒരു രോഗാവസ്ഥയിൽ കിടക്കുന്ന അല്ലെങ്കിൽ പരിക്ക് പറ്റിയെങ്കിൽ ആ ഒരവസ്ഥയിൽ കിടക്കുന്ന ഒരു ജനപ്രതിനിധിയെ, അവരെ ഒരു സ്ത്രീയാണ്, അവരെ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു സ്വത്വത്തെയും അവരുടെ പദവിയും ഒക്കെ തന്നെ നമ്മൾ ബഹുമാനിക്കുന്നു. അവരെത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് തന്നെ നമ്മൾ പറയുന്നു, അവർക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയെങ്കിൽ. മാത്രമല്ല, അവരെ സൂക്ഷ്മ നിരീക്ഷണത്തിന് വിധേയയാക്കണം. അവർക്ക് യാത്ര പാടില്ല. അവർക്ക് കഴുത്തിന് നേരിയ പരിക്കുണ്ട്, ഉടൻ ശസ്ത്രക്രിയ വേണ്ട എന്ന മെഡിക്കൽ ബുള്ളറ്റിനും പുറത്തു വന്നു. മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ പുറത്തു വന്നു. അതിനുശേഷം വെളുപ്പിനെ ഇവരെ ഡിസ്ചാർജ് ചെയ്ത് ഇവർ സ്വന്തം കാറിൽ ഇപ്പോൾ പത്തനംതിട്ടയിലെ വീട്ടിൽ വിശ്രമത്തിലാണ് എന്നാണ് കേൾക്കുന്നത്. ചില ആളുകൾ പറയുന്നത് പോലെ സർക്കാർ സംവിധാനങ്ങളോട് ഇവർക്ക് വലിയ വിശ്വാസമില്ലാത്തത് കൊണ്ട് പുഷ്പഗിരി ആശുപത്രിയിലോ ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിലോ ഇവരെ അഡ്മിറ്റ് ചെയ്ത് കാണും എന്നുള്ള ചില അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു. എന്തിനാണ് ഇത്രയും നാടകങ്ങൾ കളിച്ച്, ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ച്, അനാരോഗ്യത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്വാഭാവികമായ ഒരു സംഘർഷത്തിനിടെ എന്തെല്ലാം സംഘർഷങ്ങൾ ഉണ്ടായി. ഇതിനു മുൻപ് ഉമ്മൻചാണ്ടിക്ക് കല്ലേറ് കിട്ടിയ കഥ നമുക്കറിയാം. ഉമ്മൻചാണ്ടിയുടെ നെഞ്ചിന് ഭയങ്കര തൊലിക്കെട്ടിയാണ്, കല്ല് അടിച്ച് തിരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ച പിണറായി വിജയനെ നമ്മൾ ഇന്നും ഓർക്കുന്നു. അതുപോലെ ഇത്തരത്തിൽ സ്വാഭാവികമായിട്ടും പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരം ചെറിയ സംഘർഷങ്ങളും ഉന്തും തള്ളും ഒക്കെ ഉണ്ടാകും. ഒരു സ്ത്രീ എന്നുള്ള പരിഗണന അവർക്ക് തീർച്ചയായിട്ടും KSU പ്രവർത്തകർ കൊടുക്കേണ്ടതായിരുന്നു. മാത്രമല്ല, അവരുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട വകുപ്പിൽ വന്ന വീഴ്ചയെ സംബന്ധിച്ചുള്ള ഒരു പ്രതിഷേധമായിരുന്നു അത്. അതിനെ, ആ പ്രതിഷേധത്തെ വലിയ തോതിൽ പർവ്വതീകരിച്ച് കാണിച്ച് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തി, അതുപോലെ KSUക്കാരാകട്ടെ ആരുമാകട്ടെ അത്തരം ആളുകളെ മോശക്കാരാക്കി, അല്ലെങ്കിൽ ഇത് കരുതിക്കൂട്ടിയുള്ള ആക്രമണമാണ്. CPM സൈബർ ഹാൻഡിലുകളിലൊക്കെ എത്ര അധിക്ഷേപകരമായിട്ടാണ്, അല്ലെങ്കിൽ എത്ര തെറ്റിദ്ധാരണാജനകമായിട്ട് ഇല്ലാത്ത വാർത്തകളൊക്കെ തന്നെ പ്രചരിപ്പിച്ച്, സത്യം പറഞ്ഞാൽ മന്ത്രി വീണ ജോർജിനെ CPM പാർട്ടിക്കാരും സൈബർ കമ്മ്യൂണിറ്റിയും അല്ലെങ്കിൽ CPM സൈബർ ഗുണ്ടകളും ചേർന്ന് സത്യം പറഞ്ഞാൽ അവരെ നാണം കെടുത്തുകയും അവരെ സൈബർ ആക്രമണം നടത്തുകയുമായിരുന്നു എന്ന് വേണം പറയാൻ. ഇത്തരത്തിലാണോ ഒരു പാർട്ടി സമൂഹം പ്രവർത്തിക്കേണ്ടത്? പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന CPM പോലൊരു സംഘടന പ്രവർത്തിക്കേണ്ടത്? വീണിടത്ത് കിടന്ന് ഉരുളുക, നനഞ്ഞിടം കുഴിക്കുക, എന്തെങ്കിലും ഒരു സംഘർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ഇല്ലാത്ത കഥകൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് ഇലക്ഷൻ സമയത്ത് അത് വോട്ടാക്കി മാറ്റാൻ ശ്രമിക്കുക, സഹതാപമാക്കി മാറ്റാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് ജനാധിപത്യം. ഇവര് ഡോക്ടർമാരെ ഡിസ്ചാർജ്, ഇത്രയും സൂക്ഷ്മ നിരീക്ഷണത്തിലൊക്കെ ഇരിക്കുന്ന മന്ത്രി ഡിസ്ചാർജ് വാങ്ങിപ്പോകുന്നത് തന്നിഷ്ടപ്രകാരമാണ്. ഡോക്ടർമാർ പറഞ്ഞത് കേൾക്കാതെ പോകുന്നതാണ്. അവരുടെ ആ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ സൂക്ഷ്മ നിരീക്ഷണം, ICUവിൽ ചികിത്സയിൽ തുടരും, ഉടൻ ശസ്ത്രക്രിയ വേണ്ട തുടങ്ങിയ മെഡിക്കൽ റിപ്പോർട്ട് കണ്ടാൽ തന്നെ, അത് സമൂഹ മാധ്യമങ്ങളിൽ കാണും, കണ്ടാൽ തന്നെ ഇവർക്ക് ഒരാഴ്ചയെങ്കിലും മിനിമം ആ ഒരു ആശുപത്രി വാസം വേണം എന്നുള്ളതാണ് സാധാരണക്കാരായ നമുക്കൊക്കെ മനസ്സിലാകുന്നത്. നമുക്കാർക്കും മെഡിക്കൽ ബിരുദമൊന്നുമില്ല. ഏതാണ്ട് 13ഓളം എക്സ്പെർട്ട് ഡോക്ടർമാർ, പരിചയസമ്പന്നരായ വലിയ ഡിഗ്രികൾ ഉള്ള HODമാരായ ഡോക്ടർമാർ കൊടുത്ത ബുള്ളറ്റിനാണ് ഇവർക്ക് സൂക്ഷ്മ നിരീക്ഷണം, ഡോക്ടർമാരുടെ തന്നെ സൂക്ഷ്മ നിരീക്ഷണം വേണം. അപ്പൊ പിന്നെ ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന വീട്ടിൽ വിശ്രമിക്കുന്നത് എന്തിനാണ്? നമ്മളൊക്കെ ഒരു പനിയായിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഇഞ്ചക്ഷൻ എടുക്കുമായിരിക്കും, ഒരു ഗുളിക തരുമായിരിക്കും, നമ്മൾ വീട്ടിൽ നിന്ന് വിശ്രമിക്കും. ഇനി നമ്മളുടെ കാലം നുളുക്കുകയാണെങ്കിൽ നമ്മൾ അതൊക്കെ തന്നെ ചെയ്യുകയുള്ളൂ. അതുപോലെ അത്രയും നിസ്സാരമായ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ട് അതിനെ പർവ്വതീകരിച്ച് ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ച്, അയ്യോ കൊല്ലാൻ ശ്രമിച്ചു, അയ്യോ കഴുത്ത് പിടിച്ച് ഉളുക്കി, കശേരികൾക്ക് പൊട്ടലുണ്ട്, എന്തൊക്കെയാണ് പറയുന്നത്? നാണവും മാനവുമുള്ള ആളുകളാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീണ ജോർജിനെ സത്യം പറഞ്ഞാൽ CPMകാർ അപമാനിക്കുകയാണ് ചെയ്യുന്നത്, അവഹേളിക്കുകയാണ് ചെയ്യുന്നത്. സ്വന്തം മന്ത്രിയാണെന്ന് ഓർക്കണം. അല്ലെങ്കിൽ അവരെങ്കിലും പറയണം,
എനിക്ക് ഇത്രയും പരിക്കുള്ളൂ, കുഴപ്പമില്ല, ഞാൻ പൊയ്ക്കോളാം എന്നുള്ള ഒരു പ്രസ്താവന നടത്താനുള്ള ഒരു ധൈര്യവും തന്റെ ഇടവും മന്ത്രിയെങ്കിലും കാണിക്കണം. എല്ലാ കഥകൾ പ്രചരിപ്പിച്ച് എല്ലാവരുടെയും മനസ്സിൽ സഹതാപം പിടിച്ചുപറ്റി അത് വോട്ടായി മാറും എന്നുള്ള ഒരു മൂഢ സ്വർഗത്തിലാണ് CPM ഇപ്പോഴും ഇരിക്കുന്നത്.